ഹലോ ഗൈസ്, 3 വർഷം മുമ്പ് ഞാനൊരു തത്തയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും വിശ്വസിക്കും? ഇല്ലല്ലേ? പറഞ്ഞുതരാം, വരും. തത്തയോ? ഇവളെന്തായി പറയുന്നത്? അങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നതല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ 3 വർഷത്തിന് മുൻപ് ഞാൻ ഒരു തത്ത ഏറയിലായിരുന്നു. എല്ലാവരോടും എല്ലാം തത്ത പറയുന്ന പോലെ പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. എന്ത് കിട്ടിയാലും ലൈഫിൽ എന്ത് നേടിയാലും അടുത്ത് എന്താണ് എൻ്റെ മൂവ്മെൻറ്റ് എല്ലാം പോയി. എല്ലാവരുടെ തത്ത പറയുന്ന പോലെ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷേ വൈകിയാണ് റിയലൈസ് ചെയ്തത് ഇതൊന്നും ആരോടും ഒന്നും പറയാൻ പാടില്ല. ഇപ്പോഴാണ് മനസ്സിലാക്കുന്ന ഈ കാര്യം. പക്ഷേ ഇതേപോലെ തത്ത ഏറയിലിരിക്കുന്ന ഒത്തിരി പേര് കാണും. ഇപ്പോൾ അവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഒരു കാരണവശാലും നിങ്ങളുടെ നല്ല മൊമെൻറ്റ്സോ നല്ല കാര്യങ്ങളോ നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ പോയി പറയാൻ പാടില്ല. അതാര് തന്നെ ആയാലും നിങ്ങളുടെ പാരൻസ് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അവർ രക്ഷപ്പെട്ടതിന് സന്തോഷിക്കുകയും ചെയ്യുന്ന വ്യക്തികളെന്ന് പറയുന്നത് നമ്മുടെ പാരൻസ് മാത്രമായിരിക്കും. വേറെ ഒറ്റ മനുഷ്യർ പോലും ഞങ്ങൾ നന്നായി എന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഞങ്ങളുടെ കൂടെ അവർ ചിരിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഭയങ്കര കാര്യത്തിൽ പോയി പറയും, ഞാൻ ഈ പരീക്ഷ എഴുതി, അത് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കര കാര്യത്തിൽ പറയും. പക്ഷേ ഞങ്ങളുടെ കൂടെ അവർ ചിരിക്കും, നല്ല കാര്യം എന്നൊക്കെ പറയും. പക്ഷേ അവരുടെ മനസ്സിൽ ദൈവമേ, ഇനി എങ്ങാനും ഇവള് ജയിച്ച് ഇനി ഇവൾ വേറെ ലെവലിൽ എത്തിയാലോ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കിട്ടി എന്ന് പോയി പറയുമ്പോൾ ദൈവം ഈ ജോലിയിൽ ഇവളിനി രക്ഷപ്പെട്ട് ഇവളിനി നല്ല കാശുകാരി ആയാലോ എന്നൊക്കെ അവർ ചിന്തിക്കും. ഉറപ്പായിട്ടും ചിന്തിക്കും. അതുകൊണ്ട് ഒറ്റ മനുഷ്യരെടുത്തും ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു കാര്യമാണ്, നിങ്ങളുടെ നല്ല നല്ല കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ അച്ചീവ്മെൻറ്റ്സ്, ഇതൊന്നും ആരോടും പോയി പറയാൻ പാടില്ല ഒരിക്കലും. കാരണം അവരുടെ മനസ്സ് ഒരു പ്രത്യേക ഇതാണ്. കാരണം അവരെക്കാളും നമ്മൾ ഇങ്ങനെ നന്നായി എന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും നല്ല മനസ്സോടെ ആരും കേൾക്കത്തില്ല നിങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. അതുകൊണ്ട് എന്നെപ്പോലെ തത്ത ഇറയിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ഇവിടെ വച്ച് നിർത്തിക്കോളൂ. ഒരു കാര്യം ആരോടും പറയാൻ നിൽക്കരുത്. നിങ്ങളുടെ കാര്യം എന്താണോ അത് നോക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ പറഞ്ഞത് അതുപോലെ ചെയ്യില്ലേ? ഓക്കെ, ബൈ.